സാർ, ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ്റെ ഭീകരകേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തുകയുണ്ടായി. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്ന് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയവും അതുപോലെ ഇന്ത്യൻ ആർമിയും ഒരു പത്രസമ്മേളനം നടത്തി. അതെന്താണെന്ന് വിശദീകരിക്കാമോ? ഇന്ന് വളരെ കൃത്യമായി ഇന്ത്യൻ ജനതയോട് ഒരു പത്രസമ്മേളനത്തിലുള്ള സൈന്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതാണ് നമ്മളിപ്പോൾ ആദ്യമേ തന്നെ പറയാൻ പോകുന്നത്. ആ പത്രസമ്മേളനത്തിലേക്ക് വന്നത് ആദ്യമേ തന്നെ ഫോറിൻ സെക്രട്ടറി ആയിട്ടുള്ള വിക്രം മിശ്രിയാണ് ഒരാളുണ്ടായിരുന്നു. രണ്ടാമത്തത് കേണലായിട്ടുള്ള സോഫിയ ഖുറേഷിയാണ്, ഇന്ത്യൻ കരസേന എന്നുള്ള അവർ കേണലാണ്. മൂന്നാമത്തേത് വിങ് കമാൻഡർ ആയിട്ടുള്ള, അതായത് ഇന്ത്യൻ എയർഫോഴ്സിലുള്ള വിങ് കമാൻഡർ ആയിട്ടുള്ള വ്യോമിക സിംഗ് ആണ്. ഈ രണ്ട് വനിതകളെയും അപ്പുറം ഇപ്പുറം ഇരുത്തിക്കൊണ്ടാണ്, അതായത് രണ്ട് സൈഡുകളിലായിട്ട് ഇരുത്തിക്കൊണ്ടാണ് വിക്രം മിശ്രി ആദ്യമേ തന്നെ സംസാരിച്ചത്. അതിനുശേഷം ഇവരെല്ലാം തന്നെ കൃത്യമായി സംസാരിച്ചു. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് എത്രമാത്രം പ്രിസിഷനോടുകൂടിയാണ് ഇന്ത്യൻ സേന ഈ കാര്യത്തിലേക്ക് ഇടപെട്ടത് എന്നുള്ളത് വല്ലാതെ എന്നെ സന്തോഷിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ഈ പത്രസമ്മേളനത്തിൻ്റെ ആദ്യമേ തന്നെ അവർ പാകിസ്ഥാൻ, അതായത് ക്രോസ് ബോർഡർ ടെററിസം പാകിസ്ഥാൻ നടത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി അറ്റാക്കുകളുടെ ലിസ്റ്റ് കൃത്യമായി കാണിച്ചുകൊണ്ടാണ് ഈ പത്രസമ്മേളനം തുടങ്ങിയത്. അതിലേറ്റവും ആദ്യത്തേത് കാണിച്ചത് പാർലമെൻറ്റ് അറ്റാക്കാണ് 2001 മുതൽ. അത് കഴിഞ്ഞിട്ട് അക്ഷർധാം ടെമ്പിളിൽ നടന്നിട്ടുള്ള 2002 അറ്റാക്ക്. പിന്നെ നമുക്കറിയാമല്ലോ 2008 നടന്നിട്ടുള്ള മുംബൈ അറ്റാക്ക്, അതിൽ 164 പേരാണ് കൊല്ലപ്പെട്ടത് എന്നുള്ളത് പ്രത്യേകം ഓർക്കണം. പിന്നെ ഉറി അറ്റാക്ക്, അവിടെ 20 പേർ കൊല്ലപ്പെട്ടു, 21 പേർക്ക് പരിക്കേറ്റു. അത് 2016 അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം പുൽവാമ അറ്റാക്ക് 2019 നടന്നതാണ്. 40 പേര് കൊല്ലപ്പെട്ടു, 5 പേര് ഈ പറയുന്ന പരിക്കേറ്റോടെ. പിന്നെ അടുത്ത ഏറ്റവും ഒടുവിൽ ഈ തൊട്ടടുത്ത് നടന്നിട്ടുള്ള നമുക്കറിയാം പഹൽഗാം അറ്റാക്ക്. അത് 2025, അതായത് ഈ വർഷമാണ് നടന്നത്. 26 പേർ കൊല്ലപ്പെട്ടു, 17 പേർക്ക് പരിക്കേറ്റു. ഈ പഹൽഗാം അറ്റാക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇന്ത്യയിലെ ഏറ്റവും കൂടിയ സിവിലിയൻസ് കൊല്ലപ്പെട്ടിട്ടുള്ള ഒരു അറ്റാക്കാണത്. സാധാരണ സൈനികരൊക്കെയാണ് ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്, അതും ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇതൊന്നും അറിയാത്ത സിവിലിയൻസ് കൊല്ലപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ വളരെ ബ്രൂട്ടലായിട്ടുള്ള ഒരു ആക്റ്റാണ് നടത്തിയത്. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടാണ് ഈ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സും മിനിസ്ട്രി ഓഫ് ഡിഫൻസും കൂടി ഒരുമിച്ചുള്ള ഈ പത്രസമ്മേളനം ഏറ്റവും ആദ്യമായി നടന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് വരുന്നതിന് മുമ്പ്, അത് ഞാൻ പറയുന്ന അതിൻ്റെ വലിയ എല്ലാ വിശദാംശങ്ങളിലേക്കും ഞാൻ പോകുന്നില്ല. ഈ അറ്റാക്ക് നടത്തിയത്, ഇത് ഇനിയും നമുക്കിത് ഏറ്റുവാങ്ങാൻ കഴിയില്ലെന്നും ഈ ക്രോസ് ബോർഡർ ടെററിസത്തിന് ഒരു അന്ത്യം വരുത്തിയേ പറ്റുമെന്നും, അവിടെ പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു സേഫ് ഹെവനായി, അതായത് ഇത്തരത്തിലുള്ള ടെററിസ്റ്റുകൾക്കെല്ലാം തന്നെ വളരെ സേഫ് ആയിട്ടുള്ള ഒരു ഹെവനായിട്ട് മാറിയിരിക്കുന്നുവെന്നും കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് ഈ അറ്റാക്കിനെ കുറിച്ച് വിശദീകരിച്ചത്. 1:05 മുതൽ 1:30 വരെയാണ് ഈ അറ്റാക്ക് നടത്തിയതെന്നും, ഇതിൻ്റെ പുറത്ത് ഏറ്റവും ആദ്യമേ തന്നെ നിങ്ങളോട് സംസാരിക്കാൻ മാത്രമേ ഉള്ളൂ, പത്രക്കാരുടെ ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ അനുവദിക്കില്ല എന്നും, അനുവദിക്കാൻ കഴിയാത്ത സിറ്റുവേഷനാണ് എന്നുമൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഏറ്റവും ഒടുവിൽ മിശ്ര ഇത് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ കാണേണ്ട അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, എവിടെയൊക്കെയാണ് ഇത് അറ്റാക്ക് നടത്തിയെന്നാണ്. എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ ടെറർ ഇൻഫ്രാസ്ട്രക്ചറിലാണ് ഇന്ത്യ അറ്റാക്ക് നടത്തിയതെന്നുള്ളതാണ്. അതായത് കൃത്യമായ ഈ പറയുന്ന ഇൻ്റലിജൻസ് ഇൻപുട്ടുകളുടെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാൻ എവിടെയൊക്കെയാണോ ഒരു ടെറർ ഇൻഫ്രാസ്ട്രക്ചർ, ടെറർ വികസിപ്പിക്കുന്നതിന് വേണ്ടി, അവിടെ ട്രെയിൻ ചെയ്യുന്നതിന് വേണ്ടി, അവരുടെ ഇൻഡോക്ട്രിനേഷന് വേണ്ടിയിട്ടൊക്കെ തന്നെ ഒരു ടെറർ ഇൻഫ്രാസ്ട്രക്ചർ പണിതിട്ടുള്ളത്, അവിടെയുള്ള 9 സ്ഥലങ്ങളിലാണ് അറ്റാക്ക് നടത്തിയിട്ടുള്ളത്. അതിൽ ചില സ്ഥലങ്ങൾ മാത്രം ഞാൻ എടുത്ത് പറഞ്ഞാൽ, ഇപ്പോൾ മുസാഫാബാദ് എന്ന് പറയുന്ന ലൈൻ ഓഫ് കൺട്രോളിൽ നിന്ന് 30 കിലോമീറ്റർ അകലെയുള്ള ലഷ്കർ ഇ തോയ്ബയുടെ ഒരു കേന്ദ്രം, അവിടെ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിലുള്ള സ്ഥലങ്ങളിലാണ് 5 സ്ഥലങ്ങളിൽ അറ്റാക്ക് നടത്തിയിട്ടുള്ളത്. കൂടാതെ പാകിസ്ഥാനിലെ സ്ഥലങ്ങളിൽ 4 സ്ഥലങ്ങളിൽ നമ്മൾ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അത് ഒന്ന് സർജൽ എന്നുള്ളതാണ്, അത് ഹിസ്ബുൾ മുജാഹിദീൻ്റെ ഒരു കേന്ദ്രമാണ്. അവിടെയാണ് ഈ പറയുന്ന പോലെ മെഹ്മൂന ജോയ എന്ന് പറയുന്ന അവിടെ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അത് ഹിസ്ബുൾ മുജാഹിദീൻ്റെ ഒരു കേന്ദ്രമാണ്. പിന്നെ മർക്കസ് തൈബ എന്ന് പറയുന്ന പാകിസ്ഥാനിലുള്ള ആ കേന്ദ്രം, അവിടെയാണ് നിങ്ങൾ അറിയേണ്ടത് അജ്മൽ കസബിനും അതുപോലെ തന്നെ ഡേവിഡ് ഹെഡ്ലി കോൾമാനും ഒക്കെ ട്രെയിനിങ് കൊടുത്തത് എന്നുള്ളത് നമ്മൾ അറിയണം. അത് അറ്റാക്ക് ചെയ്ത് കംപ്ലീറ്റ് പൂർണ്ണമായും നശിപ്പിച്ചിട്ടുണ്ട് എന്നാണ് നമ്മുടെ സൈന്യം നമ്മളോട് പറയുന്നത്. പിന്നെ മർക്കസ് സുബനഹള്ളി എന്ന് പറയുന്ന ഭാവൽപൂരിലെ കേന്ദ്രം, അത് ജെയ്ഷെ മുഹമ്മദിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സാണ്. നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ആണ് ആളുകളെ റിക്രൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്, അവിടെയാണ് ട്രെയിനിങ് നടത്തിക്കൊണ്ടിരുന്നത്, അവിടെയാണ് ഇൻഡോക്ട്രിനേഷൻ നടത്തിക്കൊണ്ടിരുന്നത്. അതായത് ആളുകളിൽ ഇതിൻ്റെ ബോധവൽക്കരണവും ഈ പറയുന്ന പോലെ ഈ പറയുന്ന ഇഞ്ചക്ട് ചെയ്ത് ടെററിസം കുത്തിവെക്കുന്നതും ഒക്കെയുള്ള പണികൾ നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഈ പണികൾ നടത്തിക്കൊണ്ടിരുന്ന കേന്ദ്രങ്ങളിൽ
വളരെ കൃത്യമായ ഇൻ്റലിജൻസ് ഇൻപുട്ടുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഒരു അറ്റാക്കാണ് നടത്തിയിട്ടുള്ളത്. ആ അറ്റാക്കിൽ ഏറ്റവും കുറഞ്ഞത് 90 പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടാകാം എന്നുള്ളതാണ് ഇൻ്റർനാഷണൽ മീഡിയകളും നമ്മുടെ മാധ്യമങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് യാതൊരു കാരണവശാലും ഇത് ഇനിയും ഇങ്ങനെ അനുവദിക്കാൻ ഇന്ത്യക്ക് കഴിയില്ല. കാരണം ഇത് ക്രോസ് ബോർഡർ ടെററിസത്തിൻ്റെ എല്ലാ അതിരുകളും ലംഘിച്ചിരിക്കുന്നു. കഴിഞ്ഞ തവണ പഹൽഗാമിൽ ഉണ്ടായിട്ടുള്ള അറ്റാക്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ പോയിന്റ് ബ്ലാങ്കിൽ നേരെ ആളുകളുടെ തലയിലേക്ക് വെടിവെക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. അപ്പം അത്തരം കാര്യങ്ങളൊന്നും ഇന്ത്യക്ക് തടുക്കാൻ കഴിയില്ല. ഇന്ത്യ കടുത്ത രീതിയിൽ തിരിച്ചടിക്കും എന്നുള്ള ഒരു മെസ്സേജാണ് കൃത്യമായിട്ട് ഇന്ത്യ വ്യക്തമായിട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ഇൻ്റർനാഷണൽ സമൂഹത്തിന് ഇന്ത്യക്ക് അതുമൊക്കെ വളരെ ആവശ്യമാണ്. നമ്മൾ ഒറ്റപ്പെട്ടു പോകരുത്, മറ്റു രാജ്യങ്ങളൊക്കെ തന്നെ നമ്മളെ പിന്തുണക്കണം. അതുകൊണ്ട് വളരെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇത് പറയുക കൂടിയാണ് ഇന്ത്യൻ മിലിറ്ററി ഇന്ന് ചെയ്തിരിക്കുന്നത്. സാർ ഇപ്പോൾ ഇവിടെ പറയുകയുണ്ടായി പഹൽഗാമിൽ നടന്നത് ഇന്ത്യൻ സിവിലിയൻസിനെതിരെയുള്ള ഏറ്റവും വലിയ ടെറർ അറ്റാക്കാണെന്ന്. എന്ന് പറഞ്ഞാൽ ഷിബിലി മനസ്സിലാക്കേണ്ടത്, സാധാരണക്കാരായ ആളുകളെ ഏറ്റവും കൂടുതൽ കൊന്നൊടുക്കിയിട്ടുള്ള ഒരു അറ്റാക്കാണ്. അപ്പോൾ ഇതിനു മുമ്പുള്ളതെല്ലാം സൈനികർ, അതായത് ആയുധമേന്തിയ സൈനികരാണ് മരിച്ചിട്ടുള്ളത്. അങ്ങനെ മരിക്കുന്നതിനെ ഞാൻ കുറച്ച് കാണില്ല, അത് നമുക്ക് വലിയ സങ്കടമുള്ള കാര്യം തന്നെയാണ്, കാരണം അവർ ഇന്ത്യക്കാരാണ്. പക്ഷേ എങ്കിൽ പോലും അതിനേക്കാൾ അതിക്രൂരമായിട്ടുള്ളൊരു നടപടിയാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് ആയുധമില്ലാത്ത, വെറുതെ ഈ പറയുന്ന പോലെ അവരുടെ വെക്കേഷൻ ആസ്വദിക്കാൻ വേണ്ടി മാത്രം അവിടെ എത്തിയ, ചിലരൊക്കെ ഹണിമൂൺ ആസ്വദിക്കാൻ വേണ്ടി മാത്രം എത്തിയ, കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച പോലും ആകാത്ത ആളുകളെയൊക്കെ കൊന്നൊടുക്കുക എന്ന് പറയുന്ന ഒരു ആക്ട് നടത്തി ഏറ്റവും കൂടുതൽ ആളുകൾ അങ്ങനെ കൊല്ലപ്പെട്ട ഒരു ആക്രമണമാണ് പഹൽഗാമിൽ നടത്തിയത്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സിവിലിയൻസിനെതിരെ ആക്രമിക്കാമെന്ന് പാകിസ്ഥാൻ തീവ്രവാദികൾ തീരുമാനിച്ചതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ കാര്യമെന്ന് പറയുന്നത്, കാശ്മീർ ഒരു സാധാരണ ലെവലിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതും, കാശ്മീരും ലഡാക്കിലും ജമ്മുവിലും അടക്കമുള്ള പ്രദേശങ്ങളിലൊക്കെ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ളതൊക്കെ ഈ പറയുന്ന ടെററിസ്റ്റുകളെയൊക്കെ തന്നെ വല്ലാതെ ആശങ്കപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, കാരണം കാശ്മീർ ഒരു സാധാരണ രീതിയിലേക്ക് തിരിച്ചു വരികയായിരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ പെർഫെക്റ്റ് എക്സാമ്പിൾ ഉണ്ട്. 2023 അവിടെ ഈ പറയുന്ന സ്ഥലങ്ങളിൽ ജമ്മു കാശ്മീരിലേക്ക് വന്ന ടൂറിസ്റ്റുകളുടെ നമ്പർ എന്ന് പറയുന്നത് 1.8 മില്യൺ ആണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളറിയാം 1.8 കോടിയാണ്. എന്ന് പറഞ്ഞാൽ 1,80,00,000 ആളുകളാണ് 2023 എത്തിയതെങ്കിൽ 2024-25 വരുമ്പോൾ അവിടെ 2.3 കോടി ആളുകൾ എത്തി. എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഏതാണ്ട് കേരളത്തിലൊക്കെ ഇപ്പോൾ താമസിക്കുന്നത് 2.5 കോടി ആളുകളാണ്. നമ്മൾ 3.5 കോടി ജനസംഖ്യ ഉണ്ട്, പക്ഷേ 2.5 കോടി ആളുകളാണ്. ബാക്കിയുള്ളവർ മറ്റ് സ്റ്റേറ്റിലും വിദേശത്തൊക്കെ ആയിട്ട് താമസിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും വലിയൊരു ജനസംഖ്യ തന്നെ ടൂറിസ്റ്റുകളായി ജമ്മു കാശ്മീരിലേക്ക് എത്തുന്ന ഒരു ലെവലെത്തി എന്ന് പറഞ്ഞാൽ അവിടെ ഏതാണ്ട് കാര്യങ്ങളൊക്കെ ശാന്തമായി തുടങ്ങുകയും അവിടുത്തെ ഇക്കോണമി തന്നെ വികസിക്കുകയും അവിടെയുള്ള സാധാരണക്കാരായ കുതിരക്കാരൻ മുതലുള്ള ആളുകൾക്കൊക്കെ തന്നെ ഈ ടൂറിസത്തിൽ നിന്ന് വലിയ തോതിൽ വരുമാനമുണ്ടാകുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ വരുമാനമുണ്ടാവും എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വരുമാനത്തെ കെടുത്തിക്കളയുന്ന, സ്വന്തം കടമൂട്ടുന്ന ഒരു കാര്യവും ചെയ്യാനായിട്ട് ടെററിസ്റ്റുകളെപ്പോലും ആളുകൾ സഹായിക്കില്ല. അതുകൊണ്ട് കൂടിയാണ് ഈ പറയുന്ന ചില നമ്മുടെ ഈ അറ്റാക്കിൽ കൊല്ലപ്പെട്ടിട്ടുള്ള രാമേന്ദ്രൻ സാറിൻ്റെ ഒക്കെ അടക്കമുള്ള ആളുകളുടെയൊക്കെ വിധവകളടക്കം, അല്ലെങ്കിൽ അവരുടെ മകളോ അല്ലെങ്കിൽ വിധവകളോ ആയിട്ടുള്ള ആളുകളടക്കം പോലും അവിടെയുള്ള ചില ആളുകളെക്കുറിച്ച് വളരെ നല്ല വർത്തമാനങ്ങൾ പറഞ്ഞത്. കാരണം അവരൊക്കെ എൻ്റെ സഹോദരങ്ങളാണ്, അവരെന്നെ സഹായിച്ചവരാണ് എന്നൊക്കെ പറയാനുള്ള കാരണം ഇതാണ്. കാരണം അവർക്കറിയാം ഈ ടെറർ അവരുടെ ജീവിതത്തിൽ വലിയ തോതിൽ മാറ്റമുണ്ടായ ഒരു കാര്യമാണ് ഈ പറയുന്ന കാര്യം. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ടൂറിസ്റ്റുകൾ വന്നാൽ അത് അവർക്ക് വലിയ വരുമാനം ഉണ്ടാക്കാവുന്ന കാര്യമാണെന്ന് അറിയാം. അപ്പോൾ ഇത് പ്രത്യേകിച്ചും നമുക്ക് ഇന്ത്യയിലൊരു സ്വിറ്റ്സർലൻഡ് എന്നൊക്കെ വിളിക്കാവുന്ന സ്ഥലമാണ്. അപ്പോൾ അങ്ങോട്ട് ഇപ്പം നിങ്ങളൊക്കെ ഒന്ന് എടുത്തു നോക്കിയാൽ കാണാം, നിങ്ങൾ ഇവിടുത്തെ ഉള്ള ഒരു സാധാരണ ടൂറിസ്റ്റ് പാക്കേജുകൾ കൊടുക്കുന്ന ആളുകൾ നോക്കൂ, അവരൊക്കെ തന്നെ എത്രയോ പേരാണെന്നറിയാമോ കാശ്മീരിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ കഴിഞ്ഞ ഇൻ്റർവ്യൂവിലും പറഞ്ഞാണ്, ഞാൻ നിരന്തരമായി കോൺടാക്ട് ചെയ്തിട്ടുള്ള ഒരു സ്ത്രീ, അവർ യഥാർത്ഥത്തിൽ അവിടെ കാശ്മീരിൽ ഈ പറയുന്ന ടൂറിസ്റ്റുകളെയും കൊണ്ട് പോകുന്ന ഒരാളാണ്, ഗൈഡായിട്ടൊക്കെ പോകുന്ന ഒരാളാണ്. അവർ തന്നെയാണ് ഒരു കമ്പനി ഓൺ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, അത്തരത്തിലുള്ള നിരവധി ടൂർ പാക്കേജുകൾ ഇന്ത്യയിൽ നിന്നൊക്കെ വരുന്നു, ഇങ്ങനൊരു സാധാരണ ലെവലിലേക്ക് എത്തുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെയുള്ള ജനങ്ങളുടെ ജീവിത നിലവാരം ഉയരുകയും ടൂറിസത്തിൽ നിന്ന് വരുമാനം ഉണ്ടാവുകയും ചെയ്താൽ തങ്ങൾക്ക് വലിയ സ്കോപ്പില്ല എന്ന് ഈ ടെററിസ്റ്റ് ഗ്രൂപ്പുകളൊക്കെ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ടാണ് TRF എന്നൊക്കെ പറയുന്ന പോലെയുള്ള റെസിസ്റ്റൻസ് ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്ന പോലെയുള്ള ചില കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ട് ഇവർ പണം കൊടുത്ത് ഇത് മാന്തിക്കുന്നത്. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ലോകത്ത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, സമാധാനപൂർണമായ ഒരു ലോകമുണ്ടായിത്തീർന്നാൽ അത് ഏറ്റവും കൂടുതൽ ഭീഷണിയാകുന്നത് ആർക്കാണെന്ന് നിങ്ങൾക്കറിയുമോ? അത് ഭീഷണിയാകുന്നത്
ആയുധ വ്യാപാരികൾക്കാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആയുധ വ്യാപാരം നടത്തുന്നത് ആരാണ്? അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള ബിസിനസ്സുകാരൊക്കെ തന്നെയാണ്. ഇസ്രായേലിലുണ്ട് ചാരപ്രവർത്തനം നടന്ന ആളുകളൊക്കെ തന്നെ. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള ഇൻഡസ്ട്രികൾക്കൊക്കെ തന്നെ യഥാർത്ഥത്തിൽ മറ്റ് രാജ്യങ്ങളുമായിട്ടൊക്കെ ഒരു തരത്തിൽ ഒരു സ്വരച്ചേർച്ചയില്ലായ്മയിരിക്കുകയും അവർ തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ടായിരിക്കുകയും സംശയത്തോടു കൂടി മറ്റ് രാജ്യങ്ങളെ വീക്ഷിക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ പിന്നിൽ ഇത്തരത്തിലുള്ള ഒരു വൻകിട നമ്മൾ ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറത്തുള്ള കോടികളുടെ ബിസിനസ് ഉണ്ട് എന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഇന്ത്യയുടെ അടക്കം പാകിസ്ഥാൻ്റെ അടക്കം ഡിഫൻസിൻ്റെ ഫണ്ടുകൾ എത്രയാണെന്ന് നിങ്ങളെടുത്ത് പഠിക്കണം. ആ ഡിഫൻസ് ഫണ്ടുകൾ പഠിക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും. കാരണം ആ ഡിഫൻസ് ഫണ്ടുകൾ എന്ന് പറയുന്നത് വലിയ ഫണ്ടുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. അത് US ആണെങ്കിലും ചൈന ആണെങ്കിലും അത്തരം രാജ്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ അത്തരത്തിലുള്ള ഫണ്ടുകൾ ചെലവഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ഫണ്ടുകൾ എങ്ങോട്ടാണ് പോകുന്നത്? അതിൻ്റെ മെജോറിറ്റിയും നേരത്തെ പോകുന്നത് ആളുകൾക്ക് ശമ്പളം കൊടുക്കാനായിരുന്നുവെങ്കിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ ലോകത്തെമ്പാടും തന്നെ അത്തരത്തിൽ ഈ മിലിറ്ററിയുടെ നമ്പർ ഓഫ് സ്ട്രെങ്ത് കുറക്കുന്നുണ്ട്. ആ കുറക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ പോലും പല പ്ലാനുകളൊക്കെ വന്നിട്ടുള്ളത്. അങ്ങനെ സ്ട്രെങ്ത് കുറയ്ക്കുകയും കൂടുതൽ വെപ്പണൈസ് ചെയ്യുകയും കൂടുതൽ ടെക്നോളജികളിലേക്കും കൂടുതൽ ഈ പറയുന്ന ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റിലേക്കൊക്കെ ഫണ്ട് ഇറക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇത് നമ്മുടെ ലോകത്തുള്ള ഏറ്റവും വലിയ ബിസിനസ്സുകളിലൊന്നാണ്. അത് പലപ്പോഴും അൺമാച്ച്ഡ് ആയിട്ടുള്ള പ്രോഫിറ്റ് തരുന്ന ബിസിനസ്സുകളിലൊന്നാണ്. കാരണം അത്ര വലിയ കോടികളാണ് ചിലവഴിക്കുന്നത്. ഇപ്പം തന്നെ ചില ഇതിലൊക്കെ വന്നിട്ടുണ്ട്, നിങ്ങൾക്കറിയാമല്ലോ. അതായത് നമ്മൾ ഇട്ടിട്ടുള്ള ബോംബുകളുടെ വില 20 കോടി വരും എന്നൊക്കെ പറഞ്ഞുള്ള ചില റൂമേഴ്സൊക്കെ ഉണ്ട്. എനിക്കത് കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ അത്തരത്തിൽ 2 ടൺ ഭാരമുള്ള ബോംബാണ് ഇപ്പോൾ ഇസ്രായേൽ ഹമാസിൻ്റെ നേർക്ക് പ്രയോഗിച്ചത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്താണ്. ഒരു യുദ്ധം തുടങ്ങിയാൽ 2000 കോടി രൂപയെങ്കിലും ഏറ്റവും കുറഞ്ഞത് പെർ ഡേ ചിലവാകുമെന്നാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം എടുത്തു വെച്ച് നോക്കിയാൽ ഇതൊരു വൻകിട ബിസിനസ് കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം വൻകിട ബിസിനസ്സുകൾ നടത്തുന്ന പല രാജ്യങ്ങൾക്കും ഇതിൻ്റെ പുറകിൽ പല താല്പര്യങ്ങളുണ്ട്. അതുകൊണ്ട് അവരൊക്കെ തന്നെ പലപ്പോഴും ഇതിനു വേണ്ടി ഫണ്ട് ചെയ്യാറുണ്ട്. ഇതൊക്കെ വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. അത്തരത്തിലുള്ള ഫണ്ടുകൾ പലതും മേടിച്ചുകൊണ്ട് ഈ ടെററിസ്റ്റ് ഓർഗനൈസേഷനുകളിൽ പലതും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇഴുകിച്ചേർന്നിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് പോകാത്തത് നമുക്കതൊരു മറ്റൊരു വീഡിയോ ആയി എടുക്കാമെന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ്. അത് അടുത്ത ദിവസങ്ങളിൽ ഞാൻ എന്ത് ചെയ്യാം നിങ്ങളോട് പറയാം. പക്ഷെ ഇതാണ് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ഈ 2 കാര്യങ്ങൾ കൊണ്ടാണ് യഥാർത്ഥത്തിൽ കാശ്മീരിലുണ്ടായിട്ടുള്ള പീസിനെ ഡിസ്മാൻഡിൽ ചെയ്യുക, അവിടേക്ക് ഈ പറയുന്ന അവിടുത്തെ ഒരു നോർമൽ ലൈഫ് നടത്താതിരിക്കുക, അവിടുത്തെ ജനങ്ങൾ എന്നും പട്ടിണിയിലും വറുതിയിലും കിടക്കുക. അങ്ങനെ കിടക്കുന്ന ആളുകളെ പണം കൊടുത്തുകൊണ്ട് കുറച്ച് പേരെങ്കിലും ഞങ്ങളെ സഹായിക്കുന്നവരും ഞങ്ങളുടെ ഇൻഫോമേഴ്സും ഒക്കെ മാറ്റാൻ ടെററിസ്റ്റുകൾക്ക് പറ്റുമോ എന്ന് ആലോചിക്കുക. അതൊക്കെ ഇല്ലാതായാൽ വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ തൽക്കാലം ഈ അറ്റാക്ക് നടത്തിയിട്ടുള്ളത്. സാർ ഇപ്പോൾ വിശദീകരിച്ചു ഇന്ത്യ ഇന്നലെ പാകിസ്ഥാനിലെ പല കേന്ദ്രങ്ങളിലും ആക്രമണം നടത്തിയെന്ന്. ഇനി ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കും? ഇതിൻ്റെ പ്രത്യാഘാതം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഉറി എന്ന് പറയുന്നൊരു സ്ഥലത്ത് അവിടേക്ക് പാകിസ്ഥാൻ്റെ ഇത്തരത്തിലുള്ള കുട്ടിക്കുരങ്ങന്മാർ ഷെല്ലാക്രമണം നടത്തുന്നുണ്ട്. അവിടെ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചില ചെറിയ ആക്രമണങ്ങളൊക്കെ പ്രതീക്ഷിക്കണം. പക്ഷെ അതിനും അപ്പുറത്തേക്ക് വലിയ യുദ്ധത്തിലേക്ക് പാകിസ്ഥാൻ പോകും എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ബിലാവൽ ഭൂട്ടോയൊക്കെ പറയുന്ന പോലെ ഇന്ത്യക്കാരുടെ ചോര ഒഴുക്കും എന്നൊക്കെ പറഞ്ഞാൽ അത് വെറും വ്യാമോഹം മാത്രമാണ്. ഒന്ന്. രണ്ടാമത് പാകിസ്ഥാൻ്റെ ചില ആളുകൾ പറഞ്ഞേക്കണത് അങ്ങനെ ഒരു യുദ്ധം നിങ്ങൾ പ്രഖ്യാപിച്ചാൽ പിന്നെ ഈ ഭൂമിയിൽ തന്നെ ആരും ഉണ്ടാവില്ല എന്നുള്ളതൊക്കെയാണ്. എന്ന് പറഞ്ഞാൽ അവർ അണ്വായുധം ഉപയോഗിക്കും എന്നൊക്കെയുള്ള ഭീഷണികളൊക്കെയാണ്. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും മറ്റേ നമ്മുടെ മുനീർക്കടക്കമുള്ള സർവ്വസൈന്യാധിപരടക്കമുള്ള ആളുകളൊക്കെ തന്നെ ഈ ഭീകരരെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലുകളിൽ കയറി ഇറങ്ങുകയാണ്. കാരണം കയ്യും കാലുമൊക്കെ ഇല്ലാതെ കിടക്കുന്ന ആളുകളെയൊക്കെ കാണാൻ വേണ്ടി, മരിച്ചവരെ കാണാൻ വേണ്ടിയൊക്കെ ഹോസ്പിറ്റലിൽ കയറിയിരിക്കുകയാണ്. അവർ ഉന്നതതല സൈനിക യോഗങ്ങളൊക്കെ വിളിച്ചിട്ടുണ്ട്. പക്ഷേ ഷിബിലി അറിയേണ്ടത് ഈ യോഗങ്ങളൊക്കെ വിളിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യ ഇന്ന് യോഗം വിളിക്കുന്നു, കാശ്മീരിലെ മന്ത്രിസഭയ്ക്ക് ചേരുന്നു എന്നൊക്കെ പറഞ്ഞ് അതിനൊക്കെ കാര്യങ്ങളുണ്ട്. ഇവർക്ക് അതിനൊന്നും പാങ്ങില്ലാത്ത, അതിനൊന്നും യാതൊരു വിധത്തിൽ ഇതൊന്നും നടപ്പാക്കാൻ കഴിയാത്ത ഒരു രാജ്യമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നിങ്ങൾ അറിയേണ്ടത് ഇപ്പോൾ അവിടുത്തെ സൈനിക തലവനെതിരെ തന്നെ വലിയ തോതിൽ ISI, അവരുടെ ഇൻഡർസ്റ്റേറ്റ് ഇൻ്റലിജൻസ് എന്ന് പറയുന്ന അവരുടെ ഏറ്റവും വലിയ ചാരസംഘടനയൊക്കെ തന്നെ അവരുടെ തലവനെ അംഗീകരിക്കുന്നില്ല എന്നാണ് കേൾക്കുന്നത്. അതേപോലെ തന്നെ അവിടെ നമുക്കറിയാമല്ലോ ബലൂചിസ്ഥാൻ പോലെയുള്ള മേഖലകളിൽ വലിയ പ്രശ്നങ്ങളുണ്ട്. പാകിസ്ഥാനിൽ തെഹ്രീക്കെ താലിബാൻ എന്ന് പറയുന്ന TTK എന്ന് പറയുന്ന പാകിസ്ഥാനിൽ തന്നെയുള്ള താലിബാൻ അവർക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ രാജ്യം വലിയ തോതിൽ അതിൻ്റെ ആന്തരികമായ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്.
ആ നേരിട്ടുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ പോലുമാണോ നേരത്തെ ഷിബിലി പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തിയെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അങ്ങനെയെങ്കിലും അവിടെയുള്ള ജനങ്ങളെ ഒന്ന് യൂണൈറ്റ് ചെയ്ത് നിർത്തുകയും അവിടെ ഷഹബാസ് ഷെരീഫിനെ പോലെയുള്ള ആളുകൾക്ക്, പ്രധാനമന്ത്രിക്കൊക്കെ തന്നെ ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്നുള്ള പരീക്ഷണങ്ങളൊക്കെയാണ് നടത്തുന്നത്. കാരണം അവരെ ഏതാണ്ട് 1 കിലോ അരിക്ക് 340 രൂപയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വലിയ വിലക്കയറ്റങ്ങളൊക്കെയാണ്. 1 കിലോ ചിക്കൻ ഇതിനേക്കാൾ കൂടുതലാണ്, 800 രൂപയാണ്. അപ്പോൾ അത്തരത്തിലുള്ള വലിയ വിലക്കയറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ കൂടിയാണോ ഈ ആക്രമണം എന്നെനിക്ക് സംശയമുണ്ട്. കാരണം ഇന്ത്യക്കെതിരെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ഒന്ന് നിലയുറപ്പിക്കുക എന്നുള്ളതാണ്. ഇന്ത്യ ഇത് മാത്രമല്ല ചെയ്തിട്ടുള്ളത്, ഇന്ത്യ നിരവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഡാമുകൾ അടച്ചിട്ടുണ്ട്. അത്തരത്തിൽ നിരവധി കാര്യങ്ങൾ, വെള്ളത്തിന് ഒഴുക്ക് തടയുന്നതിനുള്ള നടപടിക്രമങ്ങൾ നീക്കിയിട്ടുണ്ട്. ഇന്ത്യക്ക് മുമ്പിൽ വേറെ മാർഗമൊന്നുമില്ല. അവരുടെ ഉള്ളിൽ നിന്നുള്ള ജനങ്ങൾ തന്നെ അവിടുത്തെ ഭരണകൂടത്തിനും സൈന്യത്തിനുമൊക്കെ എതിരാവുകയും അത് മര്യാദക്കുള്ള ആളുകളെ തിരഞ്ഞെടുക്കുകയൊക്കെ ചെയ്താൽ മാത്രമേ ഈ പ്രശ്നം അവസാനിക്കുള്ളൂ. പിന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു വലിയ പ്രധാനപ്പെട്ട പ്രശ്നം കൂടിയുണ്ട്. നമ്മളെ ചുറ്റുമുള്ള രാജ്യങ്ങളൊക്കെ തന്നെ രാഷ്ട്രീയമായ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി ഉണ്ടാകുന്ന ഇന്ത്യ വല്ലാതെ ബാധിക്കും. ഉദാഹരണത്തിന് ബംഗ്ലാദേശ്, അല്ലെങ്കിൽ ശ്രീലങ്ക, അതുപോലെ മറ്റേ മ്യാൻമർ, ഇത്തരം സ്ഥലങ്ങളിലൊക്കെ തന്നെ വലിയ തോതിലുള്ള കലാപങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ പിന്നിൽ ചൈനയുടെ അടക്കം പല രാജ്യങ്ങളുടെയും ഒക്കെ കരങ്ങൾ ഉണ്ടാക്കാം. കാരണം ഏതെങ്കിലും ഒരു അയൽ രാജ്യം ഒരു പരിധിക്കപ്പുറം വളരുന്നത് നമ്മൾ സാധാരണ ആളുകൾക്കുള്ളതുപോലെ മറ്റു രാജ്യങ്ങൾക്ക് അസൂയ ഉണ്ടാക്കുകയും അത് അവർക്കൊക്കെ തന്നെ ഭീഷണിയായി തീരുകയോ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് അത്തരത്തിൽ പലപ്പോഴും നമ്മുടെ ഡെവലപ്മെൻ്റൽ ആയിട്ടുള്ള, നമ്മുടെ വികസനപരമായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ സമയം കിട്ടാത്ത രീതിയിൽ ഇവരൊക്കെ തന്നെ പലപ്പോഴും ചുറ്റിൽ നിന്ന് പല അസ്വാരസ്യങ്ങളും പല ഇതുപോലെയുള്ള അപശബ്ദങ്ങളും ചില തോണ്ടലുകളും ഈ പറയുന്ന പോലെ നമ്മൾ ഉപദ്രവിക്കലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം ലോകത്തെല്ലാം സംഭവിക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇന്ത്യയുടെ ചുറ്റും ഇത്തരത്തിലുള്ള വളരുന്ന വലിയൊരു അസമാധാനത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പം നമുക്കറിയാലോ, ബംഗ്ലാദേശിൽ നേരത്തെ നമ്മളോട് വളരെ സൗഹൃദമുണ്ടായിരുന്ന ഒരു രാജ്യമായിരുന്നു. പക്ഷെ അതിൻ്റെ ഭരണ നേതൃത്വം മാറുകയും അതങ്ങനെ അല്ലാതായി തീരുകയും ചെയ്തു. ശ്രീലങ്കയിലേക്ക് ചൈന ചെന്ന് ഇടപെടുന്നു. മ്യാൻമറിലേക്ക് ആയുധങ്ങൾ കൊടുക്കുന്നത് ചൈനയാണെന്ന് പറയുന്നു. അത് നമ്മുടെ മണിപ്പൂരിലടക്കം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളൊന്നും ചെറുതല്ല. അപ്പം ഇത്തരം പ്രശ്നങ്ങളൊക്കെ തന്നെ ഇന്ത്യയും അഭിമുഖീകരിക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ ഇന്ത്യൻ മിലിറ്ററിയും ഇന്ത്യൻ സാമ്പത്തിക ശക്തിയും ഇന്ത്യയുടെ രാഷ്ട്രീയ സംവിധാനങ്ങളും സ്റ്റെബിലിറ്റിയും ഒക്കെ തന്നെ അത് നേരിടാൻ കേപ്പബിളാണ്. അതുകൊണ്ട് പാകിസ്ഥാൻ ഇനി തിരിച്ചടിക്ക് മുതിർന്നാൽ അതൊരൊറ്റ കാര്യമേ പാചകത്തിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അത് വിനാശകാല വിപരീത ബുദ്ധി എന്നുള്ളതാണ്. പണ്ട് നാണം കെട്ട് ഒരു 90,000-ലധികം വരുന്ന പട്ടാളക്കാരൊക്കെ തന്നെ ആയുധം താഴെ വെച്ച് ലോകത്ത് ഏതെങ്കിലും രാജ്യം കീഴടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പാകിസ്ഥാനാണ്. ആ പാകിസ്ഥാൻ ആ രീതിയിലേക്ക് വീണ്ടും പോകുമെന്നല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും പറയാനില്ല. പക്ഷേ തിരിച്ചടികൾ നമ്മൾ പ്രതീക്ഷിക്കണം. ആ തിരിച്ചടികൾ ഇതുപോലെ ലഷ്കർ ഇ തോയ്ബ വഴിയോ ജെയ്ഷെ മുഹമ്മദ് വഴിയോ അല്ലെങ്കിൽ ഇതുപോലെ റെസിസ്റ്റൻസ് ഫ്രണ്ട് വഴിയോ ഇനി ഏതെങ്കിലും പുതിയ പേരിട്ടിട്ടുള്ള ആളുകളെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കാനാണ് സാധ്യത. അതിനും അപ്പുറത്തേക്ക് നേരിട്ടൊരു യുദ്ധത്തിന് തയ്യാറാകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇപ്പോഴും.